നൈക്കി പ്ലസ്. നമ്മുടെ ഫിറ്റ്ബിറ്റ് പോലുള്ളൊരു വെയറബിൾ ഡിവൈസാണ്. ഓക്കെ. അപ്പോൾ നൈക്കി 2006 വരെ ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണിങ് ഷൂ കമ്പനിയായിരുന്നു. പക്ഷേ ആ സമയം ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് കമ്പനികളിൽ നിന്ന് കോമ്പറ്റീഷൻ വരാൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റാണ് ഗെയിമിഫൈഡ് നൈക്കി പ്ലസ് ആക്ടിവിറ്റി. കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അവരുടെ ഷൂവിനകത്ത് അവരുടെ ആക്സിലറോമീറ്റർ വെച്ചു, എന്നിട്ട് അത് അവരുടെ ഒരു വെയറബിൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നൗ യു ക്യാൻ ട്രാക്ക് how fast you are running, how far you are running, how many calories you are burning. Instant feedback. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വെയിറ്റ് കുറഞ്ഞോന്ന് അറിയാനായിട്ട് 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വെയിങ് മെഷീനിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ എത്ര കാലറീസ് നമ്മൾ ബേൺ ചെയ്തെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് അപ്പം തന്നെ അറിയാൻ പറ്റും. കാരണം ഇന്നത്തെ ലോകത്ത് വിൽ വാണ്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം തന്നെ അറിയണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗെയിംസിൻ്റെയും പ്രത്യേകത അതാണ്. നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്ന് ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തേത്, വി ലവ് ചലഞ്ചസ്. ഇപ്പം നമ്മൾ ടിക്ടോക്ക് നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും ചലഞ്ചസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അലി ചലഞ്ച്, അല്ലെങ്കിൽ പ്ലാന്റ് ട്രീ ചലഞ്ച്, അല്ലെങ്കിൽ ഡാൻസ് ചലഞ്ച്. കാരണം എന്താണ്? ആൾക്കാരെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ്, can you do it?